അല്ലേ? ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല. പൊതുവെ മക്കളെ പറ്റി രക്ഷിതാക്കൾക്കുള്ള അഭിപ്രായമാണ്, ഒരിക്കലൊരാൾ പറഞ്ഞു 3 വയസ്സുള്ള കുട്ടീനെ പറ്റി ഓൻ പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, സത്യത്തിൽ നിങ്ങളുടെ അടുത്ത് തന്നെയാണ് കുഴപ്പം പറഞ്ഞത്. 3 വയസ്സുള്ള കുട്ടിയൊക്കെ പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറയണെങ്കിൽ പിന്നെ അത് എവിടെ എത്തിണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്രയോ ആളുകൾ വലിയ തലവേദനയാണ്, മക്കളെ കൊണ്ട് വലിയ തലവേദന. അതാ ഞാൻ പറഞ്ഞത്, ഇല്ലാത്തൊരു കഥാവേദന, ഉള്ളൊരു കഥാ തലവേദനയും. ശരിക്കും ഗൗരവത്തിലായിരിക്കണം. എന്തിനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് എന്ന കൃത്യമായൊരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. ഇവിടെയാണ് ഇസ്ലാം നമ്മളോട് അനുശാസിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. നമ്മുടെ മക്കൾ എങ്ങനെയാകണം, നമ്മുടെ മക്കൾ ആരാകണം, നമ്മുടെ മക്കളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? സ്വാഭാവികമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്, അതാണ് പ്രതീക്ഷിക്കണം. എന്താ? ഖുർറത്ത അയ്ൻ, കണ്ണിന് കുളിർമ. എന്റെ കുട്ടി എന്റെ കണ്ണിന് കുളിർമയാകണോ? എന്റെ കുട്ടി കണ്ണിന് എങ്ങനെ കുളിർമയാവും? ഒരു 2-2.5 വയസ്സ് വരെയൊക്കെ നല്ല കുളിർമ. കാരണം ഓന്റെ കളിയും ഓന്റെ ചിരിയും ഓന്റെ വർത്താനം, ചെറുത് പെൺകുട്ടികളൊക്കെയാണ് എന്ത് രസമായിട്ട് ഞങ്ങളെ കൊഞ്ചലും വർത്താനം കേട്ടാ അല്ലേ? നമ്മളങ്ങോട്ട് വരിക്കാൻ തുടങ്ങും ചിലപ്പൊക്കെ. ആ പാദസരൊക്കെ ഇട്ട് ഇങ്ങനെ കിലുങ്ങി നടക്കണ കിലുക്കള ഒഴിവാക്കണം കേട്ടോ. കയ്യില് മാലയും വളി, എന്നിട്ട് സ്വന്തം കണ്ണാടിന്റെ മുമ്പ് പോയിട്ടൊരു മേക്കപ്പ് ഇടലും. നിങ്ങളെ വരയിൽ നിങ്ങൾ കാണില്ലേ? ഞാൻ പലതും കാണലുണ്ട്. ഒക്കെ നിരീക്ഷിക്കണം നമ്മള്. മക്കളിങ്ങനെ വളർന്നു വരുന്ന ലക്ഷണം. കുറച്ചിങ്ങനെ കഴിഞ്ഞാൽ ആ കുട്ടിയിൽ വേറൊരു മാറ്റം വരും. എന്തറിയോ? ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ആൺകുട്ടി ആ പെൺകുട്ടിനോട് സംസാരിക്കണ സംസാരമോ അങ്ങോട്ട് തിരിച്ച് സംസാരിക്കണം. ഓല് ശരീരത്തിന്റെ ഭാഗങ്ങൾ തൊട്ടു വെക്കണതും ജനിതകമായി രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്ന കുട്ടികൾ. ഈ തിരിച്ചറിയാൻ തുടങ്ങുന്നിടത്ത് രക്ഷിതാക്കൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ പിന്നെയാണ് ഈ ഒളിഞ്ഞു നോട്ടമൊക്കെ ഉണ്ടാകുന്നത്. അത് ശ്രദ്ധിച്ചില്ലേ? ചിലപ്പോൾ വസ്ത്രം മാറുമ്പോൾ അടിയിൽ നോക്കുമ്പോൾ കാലിലോട്ട് നോക്കുമ്പോൾ ആണോ മേലക്ക് നോക്കണ്ടാവും. എത്രയോ ഉമ്മാര് പരാതി പറയാറുണ്ട്, എന്താ മാറ്റം, എന്താ പരിഹാരം എന്ന് ചോദിക്കല്. പരിഹാരം എന്താ അറിയോ? നല്ലോണം ശ്രദ്ധിക്കുക. നല്ലോണം ശ്രദ്ധിക്കുന്ന ഖുർആൻ തന്നെ പറഞ്ഞു, സൂറത്ത് നൂറിൽ 3 പ്രത്യേക സന്ദർഭങ്ങൾ അനുവാദം ചോദിക്കാതെ റൂമിൽ കയറാൻ പറ്റൂല. അത് നമ്മൾ ശ്രദ്ധിക്കുക. പരസ്യമായ വസ്ത്രധാരണ ഒഴിവാക്കുക. നമ്മൾ പലരും അനുഭവമായിരിക്കും ഒരു പക്ഷെ അത്. അതേപോലെ ചിലപ്പോ സ്ത്രീകൾക്കൊക്കെ അധികം ഫീലിംഗ് ഉണ്ടാവും. ഇപ്പൊ മാക്സിയൊക്കെ ഇട്ടേക്കണ ഇതിങ്ങനെ സിബൊക്കെ ഒന്നിച്ച് പൊളിച്ചു വെക്കലും അങ്ങനെ പലതും ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ചാല് നിങ്ങൾ ശരിക്കും മനസ്സിലായി, ഞാൻ അങ്ങനെ പച്ചക്ക് പറയുന്നതെന്ന് വെച്ചാല് കുട്ടികളിൽ ശരീര സംബന്ധമായ ആ താല്പര്യത്തെ വളർന്നു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം. അത് ശരിക്കും 2.5 pre-KG നമ്മൾ ലോഡ് സിമന്റ് ചാക്ക് മേലിട്ടെടുത്ത് പറഞ്ഞേക്കൂലെ, പൊയ്ക്കൊളി വീട്ടിൽ ശല്യം പൊയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ആട്ടി വിടൂലേ ഒരു പ്രായം. അങ്ങനെ പോണ ഒരു കുട്ടിനോട് ആയിരിക്കും ചോദിച്ചു, അല്ല മോനെ എവിടുക്ക അങ്കിളുടെ കുട്ടി എങ്ങട്ടാ പോണേ ചോദിച്ചു. ഞാനേ പഠിക്കാനാന്ന് പറഞ്ഞു. ശരി, ഈ എന്താ പഠിച്ചിട്ടാകാതെ എനിക്ക് പൈസ ഉണ്ടാക്കണമെന്നാ. 2.5 വയസ്സുള്ള കുട്ടിന്റെ മനസ്സിലുണ്ടാ ചിന്ത എന്താ? പൈസ ഉണ്ടാക്കണോ. ഉമ്മാനി മാപ്പാനി നോക്കണമെന്നല്ല. ഒരു കുട്ടിനും തള്ളി വിടും. നമ്മൾ പറയാ നല്ല കുട്ടിയായിട്ട് വരണട്ടോ, ഉമ്മാന്റെ കുട്ടി ഉഷാറാകണട്ടോ, അങ്ങനെ ഇങ്ങനെ സംസ്കാരമുള്ളവരാകണം, എല്ലാവരും ഒരു കാരുണ്യത്തോടെ പെരുമാറും. ഇങ്ങനെയൊന്നും വിദ്യാഭ്യാസം നമ്മൾ പഠിപ്പിക്കൂലേ. ഗാന്ധിജി വരെ പഠിപ്പിച്ചതുകൊണ്ടാ അങ്ങനത്തെ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ലെന്ന് ഗാന്ധിജി എന്ന് പറഞ്ഞു. ഗാന്ധിജി പറയണമെന്നില്ല നമുക്ക് തെളിവാകാൻ, പക്ഷെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കണമെന്ന്. ഈ കുട്ടിന്റെ മനസ്സിൽ പിന്നെ എന്താ? പൈസ ഉണ്ടാക്കും. ഉമ്മാനെ വിറ്റിട്ടും പണി എന്തുണ്ടാക്കും? പൈസ ഉണ്ടാക്കും. ശരിക്കും ശ്രദ്ധിക്കാം. ഇവിടെ ഇവരുടെ ശാരീരികമായും മാനസികമായും വരുന്നൊരു മാറ്റം നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ഞാൻ ആ പോയിന്റ് മാത്രം പറഞ്ഞ ഭാഗം വിടുക, സമയമൊക്കെ കുറവായതുകൊണ്ടാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ, നിങ്ങൾ അനുസരിച്ച് 2.5 കഴിഞ്ഞ് 3.5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു കുട്ടിക്ക് സെക്സിനെ പറ്റിയുള്ള ധാരണകൾ കടന്നു വരുന്ന ഒന്നാണ്. ഒരു കുട്ടിയിൽ എന്റെ മുന്നിൽ ഒരുപാട് മക്കളിരിക്കുന്നുണ്ട്. ഇത്ര പരസ്യമായിട്ട് ഞാൻ അത് പറയണമെന്ന് ചോദിച്ചും ചിലപ്പോൾ അങ്ങ് വിചാരിക്കണ്ടാവാം. പറഞ്ഞു പോവുകയാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അത് പിന്നീട് എന്താ പറയുക, ഇസ്ലാമിന്റെ ഭാഷയിൽ നമ്മൾ അതിനെ വേർതിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം വളരെ വലിയ അപകടം. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒളിഞ്ഞു നോട്ടവും തൊട്ടുനോട്ടവും അത് പിന്നീട് മനസ്സിലിങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫ്രോയിഡൊക്കെ പ്രത്യേകിച്ച് ആ വിഷയത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അവന്റെ സ്വഭാവത്തിൽ തന്നെ അതിങ്ങനെ ഉള്ളിലുണ്ടാവുന്ന വലുതാകുന്നത് വരെ. അപ്പൊ എവിടെ നഗ്നത കണ്ടാലും നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. എവിടെ അവസരം കിട്ടിയാലും തൊട്ടുനോക്കാനുള്ള പിടിച്ചുനോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇതൊക്കെ ചെറുപ്പത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടുണ്ടാകുക. അതുകൊണ്ട് സത്യമായി നമ്മൾ ചിലർ ചോദിക്കും, ഇപ്പൊ ഒരു പെൺകുട്ടി ഇങ്ങനെ തൊട്ട് വെക്കണം ഒരാളുടെ, ഒരു ചെറിയ ആൺകുട്ടിന്റെ മർമ്മഭാഗത്തെ. അപ്പൊ നമ്മൾ അയ്യേ മുന്തിരിമല തൊടണം ചോദിക്കും. മുന്തിരിമലേ അങ്ങനെയല്ല പറയാ. ശരിക്കും ആ പേരെന്നെ പറഞ്ഞു ഇത് എന്താന്ന് പറഞ്ഞു കൊടുക്കണം. കുട്ടിക്ക് ആ പ്രായത്തിൽ എന്താന്ന് പറഞ്ഞു കൊടുക്കണം എന്നാ. ശരിക്കും അതിനെപ്പറ്റി അങ്ങനെ തെറ്റായ ധാരണയല്ല ഉണ്ടായി കൊടുക്കേണ്ടത്, ശരിയായ ധാരണ ഉണ്ടായി കൊടുക്കും. എന്താണ് എനിക്ക് അങ്ങനെ ഇല്ലാത്തത്, എന്താ കുട്ടിക്ക് അങ്ങനെ ഉള്ളത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വേർതിരിച്ച്. ചിലപ്പോൾ അറിയില്ല, പക്ഷെ വിവച്ഛേദിച്ച് കൊടുക്കണം. ഓരോ ഘട്ടത്തിലും നമ്മൾ അവരിൽ ഇടപെടണം. ഇടപെടണില്ലേ രോഗം വന്നാൽ
ഇടപെടണില്ലേ? ഭക്ഷണം കൊടുത്തിട്ട് ഇടപെടണില്ലേ? വസ്ത്രം മാറ്റി കൊടുത്തിട്ട് ഇടപെടില്ലേ? ഒരിക്കൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരിഞ്ഞടി. അവസാനം ഓങ്ങി ഒന്നാണ് കൊടുത്തു. എന്നാ ജന്റെ എന്താച്ചാ ചെയ്തു പറഞ്ഞു. അപ്പൊ എന്താ അറിയോ, ഓളെ ആങ്ങളെ ഗൾഫിൽ നിന്ന് കൊടുന്ന ഡ്രസ്സ് ഇട്ട് കൊടുക്കണം എന്ന് ഓള്. ഓനാകട്ടെ 500 ഉറുപ്പിക കൊടുത്ത് ഓന് വാപ്പല്ലേ എനിക്കുണ്ടാവില്ല ഒരു ഇസ്സത്ത്, ഞാൻ ഇട്ട് കൊടുക്കണം എന്ന് ഓനും. അവസാനം ചുവപ്പും പച്ച എപ്പ അങ്ങനെയുള്ള കളറൊക്കെ തലമ്മല് ചുവപ്പ്, അടിയിൽ കറുപ്പ്, ഇവിടെ പച്ച, മറ്റോടത്ത് നീല, കളറിന്റെ ഒരു ലോകാണ്. അവസാനം പച്ചയും ചുവപ്പും ഒക്കെ എന്തൊക്കെയോ ഒരു കളറ് മിക്സ് ചെയ്ത് രണ്ടാളും കൂടി അഡ്ജസ്റ്റ്മെന്റിൽ പോയി എന്നാണ്. നിങ്ങൾ ആലോചിച്ചോക്കണം എന്തുകൊണ്ടത് ഉണ്ടാകണറിയോ? ഇതെന്താണ് കൃത്യമായി അവിടെ വരെ ശ്രദ്ധിക്കണം. എന്റെ കുട്ടിക്ക് ഏത് വസ്ത്രം ധരിച്ചു കൊടുക്കണം വരെ ശ്രദ്ധ രക്ഷിതാക്കൊക്കെ. എന്നാ എന്റെ കുട്ടി എന്ത് പറയണോ, ഓന്റെ നാവിന്റെ തുമ്പത്ത് എന്ത് വരണോ, ഓൻ എങ്ങനെ ചെയ്യണോ, ഒരു ശ്രദ്ധയില്ല. ഞാൻ സാധാരണ ഉദാഹരണങ്ങൾ മുമ്പിൽ പറയാണ്. എന്തറിയോ, ഒരു രക്ഷിതാവ് വീട്ടിൽ നിന്ന് പറഞ്ഞേക്ക കുട്ടികളെ ഇപ്പൊ അങ്ങനെയുള്ള ഉന്തി വിടാനുള്ള LKG-ന്ന്. ആ വിടുന്ന സമയത്ത് ഒക്കെ ബാഗ് തുകെടുത്ത് വാ, മറ്റേ ചെറിയ പാത്രത്തിൽ ഉമ്മാന്റെ കുട്ടിക്ക് 2 ബ്രെഡ് പൊരിച്ചു വെച്ചിട്ടുണ്ട്. 2 ഉള്ളൂ, 3 അപ്പൊ അങ്ങോട്ട് ചോദിക്കണം. ഇല്ല 2 മതി ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഒപ്പിച്ചു കൊടുത്ത് അതിൽ വെള്ളമുണ്ട്, ഇപ്പുറത്ത് ചോറുണ്ട്, അവിടെ വേറെ പ്ലേറ്റ് ഉണ്ട്. പഠിച്ചതൊക്കെ പാടെ ഒരു കുട്ടിന്റെ പള്ളിക്ക് എല്ലാളാണേ. എന്താ ജാഗ്രത ആലോചിച്ചോക്കി നിങ്ങള്. എന്നിട്ട് ഉച്ചക്ക് ടീച്ചർമാരോട് പറഞ്ഞു കൊടുക്കണം, അതാണ് സംഗതി, ഇതവിടെ പാത്രമുണ്ട്, ഉമ്മാന്റെ കുട്ടി ശരിക്കും ഭക്ഷണം കഴിക്കണം കേട്ടോ. എന്നിട്ട് നോക്കണേ, വണ്ടി പിന്നാക്കെടുക്കുമ്പോ നോക്കണേ, വണ്ടി കയറുമ്പോ നോക്കണേ, ഇറങ്ങുമ്പോ നോക്കണേ. അങ്ങോട്ട് ഒരു ബൈലോ മുഴുവൻ കൊടുക്കും കുട്ടിക്ക്. എന്നാ ആ കുട്ടിനോട് ഉമ്മാന്റെ കുട്ടി ഉച്ച കഴിഞ്ഞിട്ട് നിസ്കരിക്കണം കേട്ടോ, തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്, ഉമ്മാന്റെ കുട്ടി നിസ്കരിക്കാൻ പോണം കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുക്കലില്ല. ഉമ്മാന്റെ കുട്ടി ആരോട് കുരുത്തക്കേട് ആട്ടരുതിട്ടോ, വികൃതി ആട്ടരുതിട്ടോ, ടീച്ചറോടൊന്നും തോന്നിയാസം പറയരുതിട്ടോ, കുട്ടികളെ മുമ്പിലൊന്നും അങ്ങനെ ചീത്തക്കുട്ടി ആവരുതിട്ടോ, നല്ല കുട്ടിയാണ് അങ്ങനെയൊന്നും നമ്മൾ പറയില്ല. തിന്നണോ, കുടിക്കണോ, അങ്ങനെ ആക്കണോ, അങ്ങനെ ആക്കണോ എന്നൊക്കെ. ഇതൊക്കെ നമ്മളെ ഉപദേശങ്ങള്. ഞാൻ പറഞ്ഞതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ ഉപദേശിക്കേണ്ട ഇസ്ലാമിന്റെ വശങ്ങളെ പറ്റി നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് കഴിക്കരിക്കണം. ഭക്ഷണം കഴിക്കരിക്കുമ്പോ ഓൻ ഇടത്തെ കൈ കൊണ്ട് തിന്നുണ്ടാവും, വലത്തെ കൈ കൊണ്ട് തിന്നുണ്ടാവും. ഇങ്ങനെ ഇടണം, എന്നിട്ട് ഉള്ളൊക്കെ ഇട്ടെടുക്കണം. ഇത് ഏത് കൈകൊണ്ട് തിന്നി കാലോണ്ട് വാരി തന്നാലും നമുക്ക് കുഴപ്പമില്ല. ഇതാണ് നമ്മളെ പ്രശ്നം. 2 ലോകത്തെ പറ്റിയുള്ള ചിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്, ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പില് ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ മകൻ അബൂ സലമയിൽ ഉണ്ടായ മോൻ, പിന്നീട് റസൂലുള്ളാഹിന്റെ വളർത്തുപുത്രനായി വന്ന, റസൂലുള്ളാഹിന്റെ സംരക്ഷണം വളർന്ന കുട്ടി, അദ്ദേഹം തന്നെ പറയാം, ഭക്ഷണം അങ്ങനെ കഴിക്കുമ്പോ എന്റെ കൈ പാത്രത്തിന്റെ പല ഭാഗത്തു കൂടി പോയി. റസൂലുള്ളാഹി പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഖുൽ സമ്മില്ല, അല്ലേ, ബിസ്മില്ലാ എന്ന് പറയും, മുമ്പെന്ന് തിന്ന് അവിടുന്ന് മുന്നൊക്കെ കഴിക്കല് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കൃത്യമായിട്ട് ഹറാമും ഹലാലും വേർതിരിച്ച് പഠിപ്പിച്ചു. എത്ര ചിത്രങ്ങളാ നമ്മുടെ മക്കളുടെ മനസ്സിൽ. ഹറാമിനെയും ഹലാലിനെയും പറ്റിയ ഒരു ചിത്രം നമ്മൾ ചെറുപ്പത്തിൽ നൽകുന്നില്ല എന്നുള്ളതാണ്. കുട്ടി പിന്നീട് ഹറാമും ഹലാലും വേർതിരിച്ച് മനസ്സിലാക്കാതെ ഹറാമിൽ മാത്രം ജീവിക്കുന്നതിന്റെ കാരണം. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചില സംഗതികൾ പറഞ്ഞു പോയി മാത്രം. ഇങ്ങനത്തെ ഒരു സമയത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിലേറെ ശ്രദ്ധിക്കേണ്ട സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്കും. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ കൂട്ടിയിട്ട കാരക്ക കൂമ്പാരത്തിനകത്തേക്ക് മുട്ടുകുത്തിപ്പോയി അതിൽ നിന്ന് കാരക്കെടുത്ത് വായിലേക്കിട്ട ഹസൻ അല്ലാഹുവിന്റെ വായിക്കകത്ത് കൈയിട്ടിട്ട് കഹ് കഹ് ഇർമി ബിഹാ അമാ അലിംത അന്നാ ലനഅകുലു സദഖ, മോനെ എനിക്ക് അറിഞ്ഞൂടെ, പാപ്പാന്റെ കുട്ടിക്ക് അറിഞ്ഞൂടെ, റസൂലുള്ളാന്റെ കുടുംബത്തിന് സക്കാത്തിന്റെ മുതൽ പറ്റില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് ഹറാമിൽ നിന്ന്, തെറ്റായതിൽ നിന്ന് കുഞ്ഞിനെ വേർതിരിച്ച എത്രയോ സംഭവങ്ങൾ ഇസ്ലാമിക ലോകത്ത് കാണാം. നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ലോകത്ത് നമ്മളത് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, ആദാബുകൾ പഠിപ്പിക്കുന്നില്ല, ഇസ്ലാമിന്റെ രീതികൾ പഠിപ്പിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ പറയാണ് നമ്മൾ മക്കൾ പറഞ്ഞാൽ കേൾക്കൂല, അനുസരിക്കൂല. ആ കുട്ടി പറയുന്ന പതാണെന്ത്, ഈ തന്തിയും തള്ളിയും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത്. അങ്ങനത്തെ ഒരു കുട്ടിയാണോ നമ്മളെ കുട്ടി നമ്മൾ പരിശോധിക്കണം. നിങ്ങൾക്കൊക്കെ വരാൻ പോണ പരീക്ഷണം ഞാനടക്കമുള്ളവർക്ക് ഈ മക്കളെ കൊണ്ട്, ഇനി പ്രത്യേകിച്ചും അങ്ങനെ ഇനിയുള്ള ജനറേഷൻ പ്രത്യേകിച്ചും, എന്തൊക്കെ കൊടുത്താലും, എത്രയൊക്കെ വാഴ കേട്ടാലും, എത്രയൊക്കെ സൽസബീൽ മാസികൾ വായിച്ചാലും, എത്രയൊക്കെ ഇഖ്റഇന്റെ പാഠശാലയിൽ പോയാലും, എത്രയൊക്കെ കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷനിൽ പങ്കെടുത്താലും, ഇപ്പോഴും ഞെരിയാണിക്ക് താഴെ നീളുന്ന വസ്ത്രത്തിന്റെ ഉടമകളായി, ഇപ്പോഴും സ്വന്തം മാതാവിനോട് ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഗൗരവത്തിൽ വേണം നമ്മൾ വിഷയങ്ങളെ കാണാൻ. ഇത് കേവലം ഒരു ചർച്ചയൊരു വൈകുന്നേരം വരെയുള്ള കുത്തിരിക്കലും മാത്രമായിട്ട് നമ്മൾ കാണരുത്. നിങ്ങളാലോചിക്ക്, ഒരു ദിവസം കുറച്ചേരം ഇരുന്നപ്പോഴേക്ക് നമ്മളെ മക്കള് ഓടാനും ചാടാനും മറിയാനും ഓൽക്കാകെ പൊളയാൻ തുടങ്ങി. ഇഷ്ടപ്പെടണില്ല, അവർക്ക് തൃപ്തിയാകണില്ല.
എന്ന പുരക്കകത്ത് അല്ലെങ്കിൽ കല്യാണ വീടിനകത്ത് അല്ലെങ്കിൽ വിരുന്ന് സൽക്കാരത്തിനകത്ത് ഒരു 4 or 5 വൈകുന്നേരം വരെ കുത്തിരുന്ന ഒരു പ്രയാസം അവർക്ക് അനുഭവിക്കില്ല. എന്റെ സംഭവം അറിയോ? സുയ്യിന ലഹും സൂഉ അഅ്മാലി. ഈ ഇരുത്തങ്ങൾക്ക് പ്രയാസവും ആ ഇരുത്തങ്ങൾക്ക് രസമാണെന്നുണ്ടറിയോ? ശൈത്താൻ അത് ഭംഗിയാക്കി തോന്നിപ്പിക്കുന്ന മുഖ്യ ശത്രു. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട തത്വമുണ്ട്. ഇങ്ങനെ വളരെ ഇവിടെ എന്റെ കണ്ണാട നോക്കും. 4 ചൂടാലെടുക്കും. തരുന്ന കുറച്ചൻ ചൂടാട്ടൻ മനുഷ്യങ്ങളെ മൂത്തുക്കൊന്നും നോക്കിയേക്കണം. അവിടെ ഉണ്ടല്ലോ സാധനം എന്നാ. അപ്പൊ അത്രക്കണം മാറും ആള്. ആഴ്ചക്ക് നിങ്ങൾക്കൊക്കെ അനുഭവമില്ലേ? പലപ്പോഴും എന്തെല്ലാം വിഷയത്തില് തെരഞ്ഞിട്ട് കാണൂല. ഈ ടവല് അമ്പടെ വെച്ചിട്ട് തെരയാ 4 പുറവും. എന്റെ ടവലെവിടെ വെച്ചോടത്ത് കാണൂല എന്നാണ്. അങ്ങോട്ട് ചൂടാവും മൂപ്പര്. അങ്ങനത്തെ ഒരു ലോകമാണ് ആ പ്രായം. 40 കഴിയുമ്പോഴേക്ക് ഏകദേശം നമുക്കൊക്കെ വരാൻ പോണ സംഭവം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് ഒരു പടി കയറുമ്പോ അല്ലെങ്കിൽ പടിയിൽ നിന്ന് ഇറങ്ങുമ്പോ വീഴുവോന്നാണ് ചിലപ്പോ ഉമ്മാരെ വിചാരിക്കും. പ്രത്യേകിച്ച് ചില ഉമ്മാരെ കണ്ട് എന്റെ കൈ ആരെങ്കിലും ഒന്ന് പിടിച്ചെങ്കിൽ എന്നാ വേണ്ട, അവിടെയും കൂടി മക്കളെ പ്രയാസപ്പെടുത്തണ്ടെന്നാ ചില എമ്മയും ബാപ്പിയും വിചാരിക്കുക. എന്നിട്ട് ഒന്ന് തെന്നിയാലോ വല്ലാത്തൊരു അപകടത്തിലേക്കാ. നിങ്ങൾ ആലോചിച്ച് സഹോദരങ്ങളെ, ഞാൻ ഇവിടെ നിങ്ങളെ മുമ്പിലൊരു കാര്യം പ്രത്യേകം പറയാം. നമ്മളൊക്കെ മരിക്കാൻ നേരത്തും വിളിക്കണ, പടച്ചോനെ വിളിക്കണ ആളും മരിക്കാൻ നേരത്തും വിളിക്കണ വേറൊരു പേരും കൂടി ഉണ്ട്. ആ പേരെന്തായിരിക്കും എന്നറിയോ? അധികവും ഉമ്മാന്നാണ്. മരിക്കണ നേരത്തെ നമ്മൾ വിളിക്കാൻ പോണ ഒരു പദം ഉമ്മാന്ന്. എന്തത് ഇത്ര വലിയ പ്രത്യേകത ഉമ്മാക്ക്? സഹോദരികളെ, അൽ മർഅതു വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി എന്ന് നിങ്ങളെപ്പറ്റി പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങളെ രക്തത്തിന്റെ മാംസത്തിന്റെ ഭാഗമായി ഞങ്ങളിവിടെ ജീവിക്കുന്നതിൽ പ്രത്യേകത ഉണ്ട്. ഉമ്മാർക്ക് മാത്രം കിട്ടിയൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ കടപ്പാട് 3 വട്ടം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മ. എന്തേ വാപ്പാര് നമ്മളെ പറ്റി പറഞ്ഞ്? ഞമ്മക്ക് ആ അത്ര വലിയൊരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഈ ഉമ്മാന്റെ ഒരു മാനസികാവസ്ഥകൾ ആലോചിച്ച് ഉമ്മാന്റെ ത്യാഗം, ഉമ്മാന്റെ ഗർഭകാലം, ഉമ്മാന്റെ മുലയൂട്ടൽ എല്ലാതും മക്കളായിട്ടുള്ളവർ മറക്കും. പ്രത്യേകിച്ച് മറക്കും. ആധുനിക വിദ്യാഭ്യാസത്തിൽ ജീവിച്ചോ മറക്കും. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും സുവോളജിയും ബോട്ടണി ഹിസ്റ്ററിയും ജോഗ്രഫിയും മൈക്കോളജിയും സോഷ്യോളജിയും സൈക്കോളജിയും അനാട്ടമിയും ഫിസിയോളജിയും ലോകത്തെ സർവ്വശാസ്ത്ര ശാഖകളിലും മുടിചൂടാമന്നന്മാരായി 10 ശമ്പളത്തിലധികം ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ വരെ സമ്പാദ്യത്തിന്റെ ഒരുപാട് ലോകത്തേക്ക് ഇറങ്ങി തിരിച്ചവർ മറന്നുപോകും. പക്ഷെ പടച്ചവനത് ഓർമ്മിപ്പിക്കും. എവിടെ അറിയോ? 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 14 വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ പറഞ്ഞു. ഖുർആൻ പറഞ്ഞറിയോ? ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് നിന്റെ മാതാവ് നിന്റെ ഗർഭം ചുമന്നത്. എന്നിട്ടോ അങ്ങനെ 9 ചില്ലാന മാസം വരുമ്പോ പ്രസവിക്കുകയും ചെയ്തു. എന്നിട്ട് 2 കൊല്ലക്കാലം മുല തന്നു. 2 വർഷം ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഈ സദസ്സിലിരിക്കുന്നവരൊക്കെ ആലോചിച്ച് നോക്കും. നമ്മളെ ഉമ്മാന്റെ പ്രായം എത്ര? 60-65 വിചാരിക്കാം. നമ്മളമ്മ ഒരു കാലത്ത് നമ്മളെ ഭാര്യയെക്കാളും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. നമ്മുടെ വാപ്പാന്റെ എല്ലാം നമ്മളെ ഉമ്മയായിരുന്നു അല്ലേ? പല ചെറുപ്പക്കാരും ഉമ്മാനെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ വാപ്പയോടൊത്താണ് ഉമ്മക്ക് ജീവിക്കാൻ അല്ലാഹു വിധിച്ചത്. ഉമ്മ ആദ്യത്തെ എക്കാക്കാനെ പ്രസവിക്കുമ്പോഴും ഉമ്മാന്റെ സൗന്ദര്യത്തിന് മാറ്റി കൂടിയിട്ടുള്ളൂ. പക്ഷെ എക്കാക്ക 2 കൊല്ലം മുല കുടിച്ചപ്പോ, പിന്നീട് എത്താത്ത 2 കൊല്ലം മുല കുടിച്ചപ്പോ, പിന്നീട് അതിന്റെ മേലുള്ള ഒരു മുല കുടിച്ചപ്പോ, പിന്നെ ഞാനും മുല കുടിച്ചപ്പോഴേക്കും ഉമ്മാന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ചുളിയാൻ തുടങ്ങി, ഉമ്മാന്റെ കവൾ ഒട്ടാൻ തുടങ്ങി, ഉമ്മാന്റെ തല നിരക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ചൊക്കെ യക്ഷിക്കഥകൾ നമ്മൾ കേൾക്കണ മാതിരി വലിച്ചാണ് കുടിക്കണം 4-5 മക്കളും ഉമ്മാന്റെ മുല. അവസാനം പിന്നെ ഉമ്മയും ഒന്നിനും പറ്റാതെ. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടല്ലേ ഉമ്മാനെ? ആ ഉമ്മാനെ വേണ്ടെന്ന് നമ്മ ഇപ്പഴാ തോന്നിയെന്ന ഞങ്ങള് ചിലര് പിന്നെ ഉമ്മാനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുക. എപ്പോഴറിയോ? ഉമ്മാന്റെ പേരില് വാപ്പ മരിക്കുമ്പോ എഴുതി വെച്ച സ്വത്തുണ്ടെങ്കിൽ അതുകൂടി കിട്ടിയിട്ട് വേണം ഈ തള്ളനെ ചവിട്ടാന്ന. ഇതൊക്കെ അനുഭവിക്കാൻ പോണ ആരറിയോ? നമ്മള് രക്ഷിതാക്കളെ.
നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ. അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് നിങ്ങളോടൊരു വാക്കുകൂടി പറയേണ്ടത്, കുടുംബജീവിതത്തിന്റെ ചില മേഖലകളെ മാത്രം പരാമർശിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഗൗരവത്തിൽ പറയാനുള്ളത്, നമ്മുടെ ശ്രദ്ധ ഇപ്പോ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെ വിഷയത്തിലാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ശ്രദ്ധ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ആണെങ്കിൽ, നാളെ നമ്മുടെ മക്കൾക്കും ശ്രദ്ധ നമ്മളെക്കാളും അവരുടെ ഭാര്യയോടും മക്കളോടും ആകും. ഇത് ചരിത്രത്തിൽ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാ. കൂട്ടരെ, മാതാപിതാക്കൾക്ക് വയസ്സാകും, അത്തും വിത്തുമാകും. വല്ലവനും നാം ദീർഘായുസ് നൽകുന്നുവെങ്കിൽ അവന്റെ പ്രകൃതി നാം തലതിരിച്ചു കൊണ്ടിരുന്ന ആ പത്തും വിത്തൊക്കെ പറയും. അറിവും വിവേകവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു പ്രായമായിട്ട് മാറും. ഈ സദസ്സിലുണ്ട് കാരണവന്മാർ, ഈ ഇരിക്കുന്നിടത്തുണ്ട് കാരണവന്മാർ. ഇവരൊക്കെ നമ്മളെക്കാൾ ഓർമ്മക്കുറവും പെശകുകളുമായി ജീവിക്കുന്ന ഒരു വല്ലാത്ത പരീക്ഷണ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നോട്ടത്തിലും സംസാരത്തിലും എല്ലായിടത്തും എങ്ങനെ അനുനയത്തോടെ, സൗഹാർദ്ദത്തോടെ, ആദരവോടെ, കാരുണ്യത്തോടെ മാതാപിതാക്കളോട് പെരുമാറുന്നത് എങ്ങനെയെന്നറിയോ? മക്കളെ പഠിപ്പിക്കുന്നത് മാന്യമായിട്ടാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. ഉമ്മാനോട് ബാപ്പാനോട് പെരുമാറുന്ന രീതി ഇസ്ലാം പഠിപ്പിക്കണം, മാന്യമായിട്ട് പെരുമാറണമെന്നാണ്. ഒരു പദം കൂടി പഠിപ്പിക്കണം ഖുർആൻ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നീ ചേന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുതെന്നാ, അവരോട് മാന്യമായ വാക്ക് പറയണമെന്നാ. ഞാൻ ഒന്നാലോചിക്കട്ടെ, ഈ ആയത്ത് എത്ര വട്ടം നമ്മൾ കേട്ടിട്ടുണ്ടാവും ജീവിതത്തിൽ? ഈ ഒരു ആയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഏത് തിരക്കിലും നിങ്ങൾ ആലോചിക്ക്, നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്ന ഫോൺ കോളിലുമൊക്കെ ഒരു പരിഗണന നമ്മളെ ഉമ്മാന്റെ വിഷയത്തിൽ കൊടുക്കുന്നുണ്ടോ, വാപ്പാന്റെ വിഷയത്തിൽ കൊടുക്കുന്നുണ്ടോ? അള്ളാന്റെ റസൂല് വൻ പാപങ്ങളെ പറ്റി പഠിപ്പിച്ചപ്പോൾ കബായിറിൽ പഠിപ്പിച്ചപ്പോൾ ഒന്നെന്താ? അൽ ഇശ്റാഖു ബില്ലാന്ന, പച്ച ശിർക്ക്. രണ്ടാമത് പറഞ്ഞെന്തറിയോ? വഉഖൂഖുൽ വാലിദൈൻ. സ്വഹീഹുൽ ബുഖാരിയിലെ 6675 നമ്പർ ഹദീത്താണ്. മാതാപിതാക്കളെ ധിക്കരിക്കാനാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സംഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ പറയാണ്, വീട്ടിൽ നിന്ന് പറയാം, സീസണൊക്കെ തന്നെയാണ്, തിരക്കുണ്ട്, എന്നാലും ഉമ്മാന്റെ കുട്ടി എന്ത് ചെയ്തറിയോ, മല്ലിപ്പൊടി, മല്ലിയുണ്ട്, മുളകുണ്ട്, ഒന്ന് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ചെറിയോൻ പറയും വലിയവനോട് പറയാം, വലിയവൻ പറയും ചെറിയവനോട് പറയാം. അല്ലേ അനുസരണക്കേട് ഇല്ലേ നമ്മുടെ അടുത്തില്ലേ? നമ്മളെന്നെ പറയില്ലേ? ചില ആളുകൾ ഇങ്ങനെ, ഉമ്മാക്ക് 4 മക്കളിന് നേരിക്കാം, ഉമ്മ ഒരു ദിവസം കൊടുത്ത്, പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞാല് ഓൻ ചോദിക്കാൻ തുടങ്ങും, അല്ലമ്മ എന്താപ്പോ അയമ്മനെന്താണ് കാണാത്ത, ഓൻ വരുന്നില്ലേ, നിങ്ങളെ കൊണ്ടുപോകാനൊന്നും വരുന്നില്ലേ? ഉമ്മ പറയും, വേണ്ട മോനെ, ഓൻ വരണമെന്നില്ല, ഞാൻ തന്നെ പോയിക്കോളാം. അല്ലേ? എവിടെയില്ല. മാത്രമല്ല, നിങ്ങൾ കണ്ണൂർ ജില്ലക്കാർക്ക് മാത്രം സംഭവിക്കണ വലിയൊരു അബദ്ധമുണ്ട്. എന്തറിയോ? അവനാന്റെ ഉമ്മാനും ബാപ്പാനും നോക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്കില്ല എന്നുള്ളത്. എല്ലായിടത്തും അല്ല, ചിലയിടത്തൊക്കെ പരാധീനാണ്. ആരാന്റെ ഉമ്മാനും ബാപ്പാനും അല്ല കൂട്ടരെ നമ്മൾ നോക്കേണ്ടത്, നമ്മളെ
വലി വാലിദി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നന്ദി കാണിക്കാനുള്ളൊരു ചോദന എവിടുന്നാ കിട്ടുക? അത് ഖുർആനിന്നും സുന്നത്തുനിന്നും മാത്രമേ കിട്ടുള്ളൂ, അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ പ്രധാനമായി പഠിപ്പിക്കേണ്ട വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ോ എന്നിട്ട് അതിങ്ങനെ ഇരുന്നിട്ട് കാണാം ഒന്ന് ഒന്നര അങ്ങനെ മാറ്റി എന്തെന്റെ കുട്ടി വിചാരിച്ചാൽ ഓനങ്ങോട്ട് ചാനലും ഒന്നുമെന്നാണ് തുടങ്ങിയ പിന്നെ 65 എത്തിയിട്ട് അങ്ങോട്ട് പോയിരുന്നു. ഒരു ഉമ്മാന്റെ പൊളിച്ചു വർത്താനാണ്. വലിയ അതാണ്. മൊബൈലൊക്കെ കൊടുത്തോക്കണ്ടേ, നെറ്റിലൊക്കെ കയറി എന്തൊക്കെ കാണാന്ന് എനിക്കെന്നെ അറിയില്ല. അതെന്നെ പ്രശ്നം. നിങ്ങൾക്ക് അറിയാത്തത്, നിങ്ങൾക്ക് അറിയണം കുറച്ചെന്തെങ്കിലുമൊക്കെ. മോന്റെ കയ്യിലാണ് കൊടുത്തോക്കണ്ടി നല്ല മൊബൈല്. മൂപ്പര അവിടുന്ന് കൊടുത്തയച്ചാ എന്തിനാ വലിയോൾക്ക്, എന്തിനാ വലിയൊക്കെ മൊബൈല്? വലിയൊക്കെ തന്നെ ഒക്കെ കുറെ ഇക്കമാരും കുറെ ചേട്ടന്മാരും ഉണ്ടാവും. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു SMS ഒക്കെ അയക്കണ്ടേ? ഈ SMS സംവിധാനം തന്നെ പൊളിച്ച സംവിധാനം. നമ്മളെത്ര കുട്ടികളറിയങ്ങള് ആലോചിക്കും, മുസ്ലിം കുട്ടികള് രാത്രി പാതിരാവോളം മൊബൈലില്. ലാസ്റ്റ് 2000-3000 ഒക്കെ ബില്ല് വരുമ്പോഴാണ് നോക്കണത്. പണ്ടത്തെ സിസ്റ്റത്തിലുണ്ടായത് എത്ര നേരം ഒരു കുട്ടി ബാത്റൂമൊക്കെയാണ് കയറി 1/2 മണിക്കൂറോളം കുളി കഴിഞ്ഞിട്ട് ഇറങ്ങൂല. അവസാനം ഒരു ദിവസം ആരോ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കളാന്ന്. അപ്പോഴാണ് ഉമ്മാന്റെ തലയിൽ വെളിച്ചം വന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോ എന്താ അറിയോ, ആ കുളിക്കാർ പോണ റൂമിൽ ഓളെ ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ട്, അതിനകത്തുണ്ട് ഒരു മൊബൈല്. 30 വാങ്ങിച്ചു കൊടുത്തല്ല, വാപ്പ വാങ്ങിച്ചു കൊടുത്തല്ല. പിന്നെ അങ്ങനത്തെ സംഭവം ഒന്നില്ലേ കുറുപ്പിന്റെ നെഞ്ചത്തല്ലേ കളറിന്റെ പുറത്ത് ഒറ്റപ്പെട ഒരു കറങ്ങാണ് വീണവിടെ. എവിടുന്നാണ് കൂത്തച്ചി കിട്ടി? അപ്പോഴും കൂത്തച്ചി എന്നാണ് പറഞ്ഞത്. വൃത്തിയിട്ട പദം ഇപ്പൊ പറയണമെന്നാണ്.
ആ കരച്ചിന്റെ ഇടയ്ക്ക് ഓള് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ക്ലാസ് നിന്റെ കാക്ക എന്നാണ്. ഏത് കാക്ക? ആ ഒരിക്കൽ ബോർഡർ കഴിഞ്ഞേക്കണ്. ബോർഡർ ഏത്? ഗൂഡല്ലൂരിന്റെ ബോർഡർ. എന്നിട്ട് വിളിച്ചു പറയാണ് വൈകുന്നേരം വരെ ഉമ്മ ഇവിടെ കിടന്ന് വരാറുക. വിദ്യാഭ്യാസമുള്ള മക്കളെ ഉമ്മാരെ വേദനയെ പറഞ്ഞത്. ഒരു ഉമ്മ ലാശ് ചോദിക്കുകയാണ് എവിടെയടി കുരുത്തം കട്ടോളം ചോദിക്കപ്പോ കരച്ചിലും വേദനയൊക്കെ പാടിയിട്ട് ഇനി എന്നെ പ്രതീക്ഷിക്കണ്ട, ഞാൻ മല കയറിക്കണു പറഞ്ഞു. ശബരിമല അല്ല, മറ്റേ മല കയറിയെന്ന് +2. ആലോചിച്ച് നോക്കി നിങ്ങൾ എത്ര ദുരിതങ്ങളാ മുസ്ലിം ഉമ്മത്തില്. ഞാനിത് ചിലതൊക്കെ പുറത്ത് കിട്ടണ്ടല്ലോ, നിങ്ങൾ ഇവിടുന്ന് ബേജാറായി പോകും. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരത്തെ എന്നാ ഒരു കുട്ടീനെ ബാത്റൂം തുറന്നിട്ടിട്ട് പോയാൽ മതി എന്നറിയ, സമാധാനം ഉണ്ടാവില്ല. പറഞ്ഞു കൊടുത്താലും കുടുങ്ങി, പറഞ്ഞു കൊടുത്താലും കൂടി. അതാ മുഹമ്മദ് മുസ്ലിമിന്റെ ഒരു പ്രശ്നം. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇനി കുറെ അനുഭവങ്ങൾ പറഞ്ഞുണ്ടല്ലോ, നിങ്ങൾ ആകണ ബേജാറാവും. അറബിക് കോളേജിൽ വരെ പഠിക്കണ കുട്ടികളൊക്കെ അതെന്താ ഈ ആർട്സ് കോളേജൊക്കെ പണ്ട്. ഇപ്പൊ എങ്ങനെ രസം അറിയോ? എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കണ കുട്ടി ബുർക്കിയും കൂടി ധരിച്ച് വരാം, പർദ്ദ ധരിച്ച് എല്ലാം മുത്തക്കയായിട്ട് വരാം. അറബിക് കോളേജിൽ പോണ കുട്ടിയോ നേരെ ഉൾട്ട്. രാത്രി 1 മണിക്ക് 11:45 ഒരുത്തം ടീച്ചറെ, സ്വന്തം പഠിപ്പിക്കുന്ന ടീച്ചറെ മൊബൈലിലേക്ക് ഫോൺ ചെയ്യാം. ഒരു 3-4 വട്ടം ടീച്ചർക്ക് അസുഖം മനസ്സിലായി. അതിന്റെ സംശയം ചോദിക്കാനാണ്. സംശയം മോനെ പകല് ചോദിച്ചു, രാത്രി വേണ്ടാറിന്. അറബിക് കോളേജ് കേട്ടോ, ആർട്സ് കോളേജ് അല്ല, എഞ്ചിനീയറിംഗ് കോളേജ് അല്ല. നിങ്ങൾ ആലോചിക്കണം, ഇത് ഉമ്മത്ത് മുസ്ലിമിലെ കുട്ടികളാ. അപമാനം, സർവ അപമാനം, അഭിമാനല്ല. ഈ കൂട്ടത്തിൽ നമ്മളെ മക്കളുണ്ടോ ആലോചിക്കണം. ഉണ്ടാകരുത്. എങ്ങനെ ഉണ്ടാകരുത്? ഇപ്പൊ നമ്മളെ കുട്ടികൾ ആരും അങ്ങനെയല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പരിശോധിക്കും, നമ്മളെ പുരയിൽ വലിച്ചിറക്കിയ കേബിൾ ഉണ്ടോ? എന്റെ കുട്ടി 8ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ? എന്നാ തുടങ്ങി. ചെങ്ങായിമാര് ഓക്കെ. അതേപോലെ എന്റെ മോന് കുറെ ചെങ്ങാഴ്ചകളുണ്ടെന്നാ വേറെത്തി. ഇതൊക്കെ ചില മലപ്പുറം ജില്ലയിലുണ്ട്, ചില പൊളിച്ചില വർത്താനാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഷ പറയണം. ചെങ്ങാഴ്ച ഇസ്ലാമിലുണ്ട് ചെങ്ങന്മാരെ ചെങ്ങാഴ്ചയും ചങ്ങാതിയും. എനിക്കൊരു ചെങ്ങാഴ്ചയുണ്ട്, നോക്കൊക്കെ എല്ലാവരും കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഉണ്ടാവും. അതല്ലാതെ വേറെ ചെങ്ങാഴ്ച ഇസ്ലാമിലില്ല. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എത്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവസാനം ഇതുപോലത്തെ ഒരു ഇഖ്റാന്റെ വലിയൊരു ക്യാമ്പില് 3 ദിവസത്തെ ക്യാമ്പിന്റെ ഇടയിൽ ഒരു ദിവസത്തെ ക്യാമ്പില് ഒരു കുട്ടി എടുത്ത് ചോദിക്കണം എന്നോട്, സർ പ്രണയിക്കുന്നതിന്റെ ഇസ്ലാമിക വശം എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നിരുപാധികം ഹലാലാണ് അവനാന്റെ പെണ്ണുങ്ങളെ ആവുമ്പോ. അപ്പൊ അവൻ അതല്ല അറിയണ്ട്, ആരാന്റെ പെണ്ണുങ്ങളെ പ്രണയിക്കുന്നതിനെ പറ്റിയാ. പഠിച്ച റബ്ബ്, ഇത്ര ഒരു സദസ്സിൽ ഇതൊക്കെ പറയണോ? ഇനി വരുപ്പയില് SMS വരുപ്പോ ഇതില് ഞാൻ ആരോട് കുറച്ച് നിർത്താൻ പറയുന്നത്. 2-3 മെസ്സേജ് അങ്ങനെ വന്നിക്കണേ പ്രസംഗിക്കുമ്പോ. എന്താ ചോദിക്കണേ, താടി നീട്ടി നല്ലൊരു ചെറുപ്പക്കാരൻ ചോദിക്കുക. അപ്പൊ ഓനെ പറയണ അവസാനം, ഖദീജ ബീവി വീടിന്റെ മട്ടുപ്പാവിലിരിക്കുമ്പോ റസൂൽ അങ്ങനെ കടന്നു വരുമ്പോ റസൂലുള്ളാഹിനോട് അനുരാഗാത്മകമായൊരു വല്ലാത്ത വിഭ്രാന്തി ഉണ്ടായില്ലേ. മാനെ നിർത്തിക്കൾ, അനക്ക് പ്രണയിക്കണേച്ച് പ്രണയിച്ചോ, എന്തിനാ അയക്ക് റസൂലുള്ളാഹിനെ വലിച്ചോണ്ടേ? എന്നിട്ട് വടക്കാക്ക, തനിക്കാക്കി വടക്കാക്ക. അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ഇസ്ലാമിലില്ല. ഉണ്ട് റിയൽ പ്രണയം ഉണ്ട്. ആരോടറിയോ? ഭാര്യനോട്. ഓ എന്തിനാപ്പ അങ്ങനെയാണ്. ഏത് അന്യ പെണ്ണുങ്ങളോടാകുമ്പോ കുഴപ്പമില്ല, അവനാന്റെ പറ്റൂല. എന്നിട്ട് അതിന് പറ്റണ കോലത്തിലാണ്. ആ കോലത്തിൽ എന്തെല്ലാം അറിയോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഒരുപാട് പറയണ്ടേ, എനിക്ക് സമയമില്ല, എന്റെ വണ്ടിപ്പ് പോകും. പക്ഷെ ഒരു കാര്യം കൂടി പറയാൻ നിർത്തില്ല. ഈ സീസണിൽ ഏറെ പേടിക്കേണ്ട ഒരു സംഗതി കൂടി, നമ്മളെ കുട്ടികളൊക്കെ വയറ്റില് ഹറാമിന്റെ ചോറ് അധികം തിന്നുന്ന ഒരു സീസണും കൂടി ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. വ്യർത്ഥമായത്, നിരർത്ഥകമായത് കേട്ടാൽ വിശ്വാസി എന്താ പറയാറ്? ലന അഅമാലുന വലക്കും അഅമാലക്കും. നിങ്ങൾക്ക് നിങ്ങളെ കർമ്മം, ഞങ്ങൾക്ക് ഞങ്ങളെ കർമ്മം. ഒരു വിശ്വാസിയുടെ നിലപാടുതാ. എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ഒരു അംശം ഒരെവിടെയും, ഓന്റെ രക്തത്തിൽ എവിടെയും പലിശയുടെ അംശമോ ഹറാമിന്റെ അംശമോ ഉണ്ടാകരുത്. ഇന്നെങ്ങനെ നിങ്ങള് വീട് പലിശ, വാഹനം പലിശ, വിദ്യാഭ്യാസം പലിശ, ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിന് വരെ പലിശ. പിന്നെ ആ കുട്ടി ഉമ്മാനോട് അസ്സലാമു അലൈക്കും പറയോ, വാപ്പാനോട് അസ്സലാമു അലൈക്കും പറയോ? ഓന്റെ കാരുണ്യം പ്രതീക്ഷിക്കണോ? വേണ്ട. കാരണക്കാർ ഞാനുങ്ങളും. കുട്ടി നശിച്ചതിന് കാരണം ഞാനുങ്ങളും. കുട്ടി നന്നായതിന്റെ കാരണക്കാരും ഞാനുങ്ങളും. എന്ത് വേണമെന്നത് രക്ഷിതാക്കളെ നമ്മൾ തീരുമാനിക്കാം. അവസാനിപ്പിക്കണം ഒരു വാക്കുകൂടി.
എന്റെ കുട്ടി ജനിച്ചപ്പോ നല്ലോനാ. ഇപ്പൊ ഈ സദസ്സിലൊക്കെ കുറെ മക്കളുണ്ട്, മടിയിലിരിക്കണ മക്കള്, നമ്മളെ മാറിൽ വെച്ച മക്കള്, നമ്മളെ ഉമ്മ വെക്കണ മക്കള്, പ്രായപൂർത്തിയാകാത്ത മക്കള്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ജനിക്കുന്ന ശുദ്ധ പ്രകൃതിയിലാ. പിന്നെ എപ്പോഴാ കുട്ടി വെടക്കായത്? എപ്പോഴാ കുട്ടി മോശക്കാരനായത്? എപ്പോഴാ കുട്ടി നുണ പറയാൻ തുടങ്ങിയത്? എപ്പോഴാ കുട്ടി തെമ്മാടിയാകാൻ തുടങ്ങിയത്? എപ്പോഴാ കുട്ടി ചാടിപ്പോകാൻ തുടങ്ങിയത്? എപ്പോഴാ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വ്യഭിചാരത്തിന്റെ അംശങ്ങൾ കടന്നു വരാൻ തുടങ്ങിയത്? ഓരോ ഘട്ടങ്ങളായിട്ട്. ആരാ കുട്ടിയെ ഒരുക്കി കൊടുത്ത്? എന്റെ കുട്ടി ആദ്യമായി ഹറാമത്ത് കണ്ടത് എപ്പോഴാ? ഞാൻ നമ്മളാണ്. അതുകൊണ്ട് വിലാപങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനെപ്പറ്റി യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ, നശിക്കാതിരിക്കാൻ പ്രാർത്ഥനയോടെ, ആലോചനയോടെ, പ്രവർത്തനത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് ഈ സമയത്ത് എനിക്ക് ഏറെ ഹൃദ്യമായി പറയാനുള്ളത്. ഇതിന്റെ കൂട്ടത്തിൽ നല്ലവരുണ്ട് കേട്ടോ, നല്ലവരുണ്ട്. ഈ മക്കളുടെ നല്ലവരുണ്ട്. 4 ഉണ്ട്, ഒന്നും ഉഷാറായിരിക്കും. ചിലപ്പോ 4 ഉണ്ട്, ഒന്ന് വടക്കാവും, 3 നന്നാവും അല്ലേ? ചില കുട്ടികളുണ്ട് അങ്ങനെ. എന്താ അറിയോ? തൗഹീദി പ്രബോധനത്തിന് ഒരു ഏരിയയിൽ, ഇപ്പൊ ഈ ഏരിയയിൽ ചോലയിൽ വേണമെങ്കിൽ 5-6 കുട്ടികളുണ്ടാവുള്ളൂ. ഇവ 5-6 കുട്ടികളൊക്കെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി എന്താ അറിയോ? നാട്ടുകാരൊക്കെ നല്ല മുത്തഖികളായ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി വീട്ടുകാരെയൊക്കെ വീട്ടുകാർ ചോദിക്കണത് എന്തല്ലേ, ഇജ് മാത്രമുള്ള ഇവിടെ വേറെ ആരുമില്ലേ? പോസ്റ്റർ ഒട്ടിക്കാനോ ഇജ്, പ്രസംഗം സംഘടിപ്പിക്കാനോ ഇജ്, വയല് പറയാൻ ഓടോടുത്തു ഇജ്, എല്ലായിടത്തും ഇജ് തന്നെ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ കാര്യം കൂടി കുറച്ചാ നോക്കിക്കാളാം. അപ്പൊ ഓന്റെ കാര്യം ഏതാ? ഇതേതാ? ഇതാരെ കാര്യ? ദീനിന്റെ കാര്യം ആരെ കാര്യ അല്ലേ? ദീനിന്റെ കാര്യം ആരെ കാര്യ കൂട്ടര്? നമ്മൾ പറയണേ നല്ല സലഫിയത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ മുജാഹിദ് 10-15 കൊല്ലത്തെ പഴക്കമുള്ള മുജാഹിദ്, പറയ മുജാഹിദ് അറിയില്ലോ? പറയ മുജാഹിദ് അതന്നെ ഏറ്റവും വലിയ നാശം. സലഫിയത്തുള്ള മുജാഹിദിനെ നമുക്ക് ആവശ്യമുള്ളൂ. പറയ മുജാഹിദ് കുറേയാണ് പോയി, ഇനി കുറച്ചും കൂടി പോകാണ്ട്. ചണ്ടിയും ചപ്പും ചവറൊക്കെ നല്ലതും ശുദ്ധാവുള്ളൂ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ഒരു വിഭാഗത്തെ നമുക്ക് അത് മതി കൂട്ടരെ. നമുക്ക് മക്കള് ദീനിന്റെ മാർഗത്തിൽ ജീവിച്ച അതിന്റെ ഗുണം ആർക്കാന്നറിയോ? ആർക്കാ കൂട്ടരെ? അമ്മക്കാണ്. എന്റെ കുട്ടി ഹാഫിളായാൽ, കുട്ടി ഖുർആൻ പഠിച്ചാൽ എനിക്ക് കിരീടം അണിയിക്കപ്പെടും പരലോകത്ത്. ഞാൻ മരിച്ചാൽ എന്റെ ഖബറിനരികിലോ അല്ലാതെയോ ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിങ്ങൾ ആലോചിക്ക്, നമ്മളെ കുട്ടികള് നമ്മൾ മരിച്ച അമ്മക്ക് വേണ്ടി നിസ്കരിക്കാൻ അവർക്കറിയോ? പ്രാർത്ഥിക്കാൻ അവർക്കറിയോ? എന്തെല്ലാം കോഴ്സ് അവർ പഠിച്ചു? എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നൊരു കുഞ്ഞെനിക്കുണ്ടോ? എന്റെ മയ്യത്ത് ചുമക്കാൻ അറിയുന്നൊരു കുഞ്ഞെനിക്കുണ്ടോ? എന്റെ മയ്യത്ത് കൊണ്ടുപോയി നമസ്കരിക്കാൻ അറിയുന്നൊരു കുഞ്ഞാണോ എന്റെ കുഞ്ഞ്? എന്നെ ഖബറിലേക്ക് വെച്ചാൽ പിടിമണ്ണ് വാരിടുമ്പോ എനിക്ക് വേണ്ടി തസ്ബീഹത്തിന് ചോദിക്കാൻ കഴിയുന്ന മക്കളാണോ എന്റെ മക്കൾ? നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളെ മക്കള് നമ്മള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാണോ? ആകാൻ അവർക്ക് നമ്മൾ നൽകേണ്ടത് ദീനാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ ചില വശങ്ങളിലൂടെ മാത്രം കടന്നു പോകുമ്പോ നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ദീനില്ലാത്തതാണ് നല്ല ഭാര്യ ഇല്ലാതിരിക്കാൻ കാരണം, ദീനില്ലാത്തതാണ് നല്ല ഭർത്താവ് ഇല്ലാതിരിക്കാൻ കാരണം, ദീനില്ലാത്തതാണ് നല്ല രക്ഷിതാക്കളില്ലാതിരിക്കാൻ കാരണം, ദീനില്ലാത്തതാണ് നല്ല മക്കളില്ലാതിരിക്കാൻ കാരണം, ദീനില്ലാത്തതാണ് നല്ല കുടുംബമല്ലാതിരിക്കാൻ കാരണം. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു തുണക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നല്ല കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റി തീർക്കുമാറാവട്ടെ. ഈ ഒരു വലിയ വിഷയത്തിന്റെ ചില ഭാഗങ്ങളെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും ഓടിച്ചു പോയി എന്ന് മാത്രം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശാലമായൊരു പഠനത്തിനുള്ള അവസരവും തൗഫീഖും നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.